Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 66ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോണ സ്റ്റെയറിനകത്ത് വരുന്ന റീലിംഗ് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയുടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റെയർ വരച്ചിട്ടുണ്ട്. ഈ സ്റ്റെയറിനകത്ത് നോക്കി അറിയാം രണ്ട് സൈഡിലും ഇപ്പോൾ റീലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലെ റീലിംഗ് വേണ്ട എങ്കിൽ ആ ഒരു റീലിംഗ് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം ഡിലീറ്റ് ആയി പോകും. നോർമലി നമുക്കറിയാം ഒരു സ്റ്റെയറിന്റെ ഒരു സൈഡിൽ റീലിംഗ് ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡിൽ റീലിംഗ് ഉണ്ടാവില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എപ്പോഴും വോളിനോട് ചേർന്നിട്ടായിരിക്കും വരുന്നത്, മറു സൈഡ് മാത്രമായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സൈഡിൽ മാത്രമുള്ള സാധാരണ റീലിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു സൈഡിലെ റീലിംഗ് മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമ്മൾ സ്റ്റെയർ വരയ്ക്കാൻ നേരത്ത് ഡിഫോൾട്ടായിട്ട് രണ്ട് സൈഡിൽ റീലിംഗ് വരും. അപ്പോൾ ഏത് സൈഡാണോ വേണ്ടാത്ത ആ സൈഡിലെ റീലിംഗ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനാണത്. ഓക്കെ, ഏത് റീലിംഗ് ആണോ വേണ്ടാത്തത് ആ റീലിംഗ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ചില കേസുകളിൽ ഇപ്പോൾ റീലിംഗ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ട, കുറച്ച് പോർഷൻ മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് നമുക്കിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നോക്കില്ല. ആ സമയത്ത് നമുക്ക് ഏത് പോർഷൻ വരെ വേണോ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റീലിംഗ് എന്ന് പറയുന്നത് ഒരു പാത്താണ്. ഒരു പാത്ത് വരച്ചു കൊടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് റീലിംഗ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്തിനെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഏത് റീലിംഗ് ആണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആദ്യം ആ റീലിംഗ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എഡിറ്റ് പാത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നമ്മൾ എഡിറ്റ് പാത്തിൽ പോയിട്ട് ആ ഒരു ഫാമിലി നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ ഇപ്പോൾ ഈ 3Dയിൽ എഡിറ്റ് പാത്ത് കൊടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ലെവൽ 1ലേക്ക് പോകണം. ലെവൽ 1ലേക്ക് പോയാൽ കൃത്യമായിട്ട് ഇവിടെ പാത്ത് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ എനിക്ക് എവിടെ മുതൽ എവിടം വരെ വേണ്ട എന്നുള്ളത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം. ഇതെല്ലാം ഓരോരോ പാത്തുകളാണ്. ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഇവിടെ വരെ മതി. ഇത് ഇങ്ങോട്ടുള്ള റീലിംഗ് ഒന്നും വേണ്ട, എനിക്ക് ഈ ഒരു റീലിംഗ് മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. ഞാനിവിടെ 3D വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും ഞാൻ എവിടെ വരെയുള്ള പാത്താണോ കൊടുത്തത് അതുവരെയുള്ള റീലിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് റീലിംഗ് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റീലിംഗ് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാനും സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റെയർ വരയ്ക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്ന റീലിംഗ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയതിനു ശേഷം കസ്റ്റമറുടെ ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിനെ കസ്റ്റം ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 1ലേക്ക് പോവുകയാണ്. ലെവൽ 1ലേക്ക് പോയതിനു ശേഷം ഇവിടെ ഞാൻ ആർക്കിടെക്ചറിനുള്ളിൽ ഇവിടെ റീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് റീലിംഗ്. ഈ റീലിങ്ങിനകത്ത് ഇവിടെ സ്കെച്ച് പാത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കണം. അതായത് ഇവിടെ സ്റ്റെയർ ഒന്നും വരുന്നില്ല, റീലിംഗ് മാത്രമാണ് വരയ്ക്കാൻ പോകണം. ഓക്കെ, ഞാനിവിടെ ലൈൻ എടുത്തു, ഒരു റീലിംഗ് ഇതുപോലെ വരയ്ക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ ഒരു റീലിംഗ് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ഇവിടെ ഒരു റീലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു റീലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഡിഫോൾട്ടായിട്ട് വരുന്നൊരു റീലിംഗ് ആണ്. അതായത് ഇപ്പം ഞാൻ ആർക്കിടെക്ചറിൽ പോയതിനു ശേഷം ഇവിടെ റീലിംഗ് എടുത്തു, അതിനകത്ത് സ്കെച്ച് പാത്ത് എടുത്തു, അതിനുശേഷം ഒരു പാത്ത് വരയ്ക്കുമ്പം ഡിഫോൾട്ടായിട്ട് വന്നൊരു റീലിംഗ് ആണ്. ഇനി ഈ ഒരു റീലിങ്ങിനെ കസ്റ്റം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡിഫോൾട്ടായിട്ട് വന്ന ഈ ഒരു റീലിംഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ ടൈപ്പുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റീൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ റീൽ ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് വേറെ ഒരുപാട് ടൈപ്പ് റീലിംഗ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഇത് ഈ മോഡലായിരിക്കും. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഡിഫോൾട്ടായിട്ടുള്ള നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊരു സ്ക്വയർ ടൈപ്പ്, അതായത് സ്ക്വയർ പൈപ്പ് വെച്ചുകൊണ്ടുള്ളൊരു റെയിലിംഗ് ആണ്. ഓക്കെ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു റൗണ്ട് ഷേപ്പായിരുന്നു. വേണ്ട, ഇതൊരു പൈപ്പ് മോഡലാണ്, റൗണ്ട് പൈപ്പ്. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുക, ഏത് റീലിംഗ് ആണോ അത് സെലക്ട് ചെയ്യുക, ഇവിടെ ടൈപ്പിലേക്ക് വരിക. അതായത് നമ്മൾ ആർക്കിടെക്ചറിൽ വോളൊക്കെ എടുത്ത് വരച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കുറച്ച് ടൈപ്പ് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിക്കിനി ഒരു കസ്റ്റം റെയിലിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ആർക്കിടെക്ചറിലേക്ക് പോയി അതിനുശേഷം ഇവിടെ റെയിലിംഗ് എടുത്തു, ഇവിടെ സ്കെച്ച് പാത്ത് എടുത്തു. സ്കെച്ച് പാത്രത്തിന് ശേഷം ഞാനിവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോവുകയാണ്. എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. നമ്മൾ എന്ത് പുതിയൊരു കാര്യം ചെയ്താലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വരയ്ക്കണം. ഓക്കെ, ഞാനിപ്പം പ്രത്യേകിച്ച് പേരൊന്നും ഇവിടെ കൊടുക്കുന്നില്ല, ചുമ്മാ ജസ്റ്റ് Z എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ടാബ് ക്ലോസ് ചെയ്യാണ്. ഞാനിവിടെ ഓക്കെ എടുത്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ലെവൽ 1ലേക്ക് പോയി. ലെവൽ 1ലേക്ക് പോയതിനു ശേഷം ഞാനിവിടെ ഒരു റീലിംഗ് വരയ്ക്കുകയാണ്. ഞാനിവിടെ ഇവിടെ ലൈൻ സെലക്ട് ചെയ്തു. ലൈൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇതുപോലൊരു റീലിംഗ് ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെ റീലിംഗ് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീലിംഗ് എപ്പോഴും വരയ്ക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ രണ്ട് എൻഡുകൾ തമ്മിൽ ജോയിൻ്റ് ആകണമെന്നില്ല. മുന്നേ നമ്മൾ ഈ സ്കെച്ച് പാത്തൊക്കെ വരയ്ക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റീലിംഗ് വരയ്ക്കുമ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആകണമെന്നില്ല.
പക്ഷേ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ആകണം. ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നാൽ മതി. അതേസമയം ഇപ്പം ഇതിവിടെ വരച്ച് എൻഡ് ചെയ്തു, അതിനുശേഷം ഇവിടെ വീണ്ടും ഇങ്ങനെ ഡിസ്കണ്ടിന്യൂഷനിൽ വരച്ച് കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. നോക്കാം, ഞാനിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ എറർ വരും. അപ്പോൾ അങ്ങനെ വരയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്ത ശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെയിലിംഗ് വന്നിട്ടുണ്ട്. ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു റെയിലിംഗ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നൊരു റെയിലിംഗ് ആണ്. ഇനി ഈ ടൈപ്പ് വേണ്ട, ഡിഫോൾട്ടായിട്ടുള്ള വേറെ ഏതെങ്കിലും ടൈപ്പ് ആണെങ്കിൽ എടുക്കേണ്ട രീതി നമുക്കറിയാം. സെലക്ട് ചെയ്യുക, ഇവിടെ ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള റെയിലിങ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പ് റെയിലിംഗ് ആണ്. ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇപ്പം ഇതിനകത്ത് ഈ ഒരു 900 mm ഒരു റെയിലിംഗ് തന്നെ എടുക്കുവാണ്. ഓക്കെ, ഇനി ഈ ഒരു റെയിലിങ്സിനെ ഞാൻ കസ്റ്റം ചെയ്തെടുക്കാൻ പോവുകയാണ്. കസ്റ്റം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റെയിലിങ്സിനെ ആദ്യം സെലക്ട് ചെയ്യണം. എനിക്കിപ്പോൾ ഇതിൻ്റെ ഈ ഓവറോൾ ഹൈറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റെയിലിംഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി. എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഞാനിവിടെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുവാണ്. ഓക്കെ, കാരണം ഞാൻ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുത്ത റെയിലിങ്സ് അല്ല ഇപ്പോൾ സെലക്ട് ചെയ്തത്. റേഡിയൽ 900 mm എന്നുള്ള ഒരു ഡിഫോൾട്ടായിട്ട് വന്നൊരു റെയിലിംഗ് ആണ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് വീണ്ടും ഇതിനെ ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഞാൻ RR എന്നൊരു പേര് കൊടുത്തു. അതിനുശേഷം ഇവിടെ ടോപ്പ് റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഹൈറ്റ്, ഈ ഒരു റെയിലിങ്സിൻ്റെ ഓവറോൾ ഹൈറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഇവിടെ ഹൈറ്റ്. അതായത് ടോപ്പ് റെയിലിനകത്ത് ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഞാനിവിടെ ഇപ്പോൾ ഇതൊരു 500 കൊടുക്കുകയാണ്. 500 കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആണ് ഈ ഒരു ഹൈറ്റ്, ഓവറോൾ ഹൈറ്റ് കുറയും. അതുപോലെ തന്നെ പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ് റെയിലിനകത്ത് വേറൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് റെയിലിൻ്റെയാണ്. അതായത് ഇപ്പോൾ ഓവറോൾ ഈ ഹൈറ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ ഹൈറ്റാണ്, ടോപ്പ് ഹൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെക്റ്റാങ്കുലർ ടൈപ്പ് ഉള്ളൊരു ടോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഒരു റെക്റ്റാങ്കുലർ പൈപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇത് മാറ്റിയിട്ട് ഇപ്പം ഒരു സർക്കിൾ കൊടുക്കുകയാണ്. ഓക്കെ, സർക്കിൾ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പിൽ വരുന്ന ആ ഒരു പൈപ്പ് റെക്റ്റാങ്കുലർ മാറി സർക്കിളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാവും. ഇനി അടുത്തായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷനുള്ളിൽ ഇവിടെ ബാലസ്റ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബാലസ്റ്റർ എന്ന് പറയുന്നത് ആണ് ഈ ഒരു സ്റ്റമ്പ്. ഈ സ്റ്റമ്പിനെ പറയുന്നതാണ് ബാലസ്റ്റർ എന്ന് പറയുന്നത്. ബാലസ്റ്റർ പ്ലേസ്മെൻറ്റിനകത്ത് എഡിറ്റ് ടൈപ്പ് ഉണ്ട്. എഡിറ്റ് ടൈപ്പിലേക്ക് വന്ന് നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാലസ്റ്റർ പ്ലേസ്മെൻറ്റിനുള്ളിൽ എഡിറ്റ് എടുത്തു. എഡിറ്റ് എടുക്കുമ്പോൾ ഇതുപോലൊരു ബോക്സ് വരും. ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ ഫസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബാലസ്റ്ററിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ബാലസ്റ്റർ എന്ന് പറയുമ്പം നോക്കാം, ഈ കാണുന്നതാണ് ബാലസ്റ്റർ. ഓക്കെ, ഈ കാണുന്ന ബാലസ്റ്റർ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളേതായ രീതിയിൽ കസ്റ്റം ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ ബാലസ്റ്റർ പ്ലേസ്മെൻറ്റിനുള്ളിൽ ഇവിടെ എഡിറ്റ് എടുത്തു. എഡിറ്റ് എടുത്തതിന് ശേഷം എനിക്കിവിടെ മെറ്റീരിയൽ ടൈപ്പ് മാറ്റി, ഫാമിലി മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് ടൈപ്പ് വേണം എന്നുള്ളത് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ റൗണ്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഈ സ്ക്വയർ എടുക്കുകയാണ്. ഓക്കെ, സ്ക്വയർ കൊടുത്തതിന് ശേഷം ഞാനിവിടെ അപ്ലൈ എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ ബാലസ്റ്റർ ചേഞ്ച് ആവും. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ടൈപ്പുകൾ യൂസ് ചെയ്യാം, ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ബാലസ്റ്ററിൻ്റെ എഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റാർട്ടിങ് ബാലസ്റ്റർ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഈ സ്റ്റാർട്ടിങ് ഏത് ടൈപ്പ് വേണമെന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് റൗണ്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ കോർണർ വരുന്ന സമയത്ത്, എവിടെയെങ്കിലും വളവ് അങ്ങനെ എന്തെങ്കിലും കോർണറുകൾ വരുന്ന സമയത്ത് ഏത് ടൈപ്പ് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ ഫ്ലാറ്റ് എന്നുള്ള രീതിയിലുള്ള കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എൻഡിങ്ങിലും ചോദിക്കുന്നുണ്ട്. എൻഡിങ്ങിലും നമുക്ക് ചേഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സൈസ് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഒരെണ്ണം കൊടുക്കുകയാണ്. അതിനുശേഷം അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ റൗണ്ടായി. പിന്നെ ഇതിനകത്ത് വരുന്ന ബാലസ്റ്റർ എന്ന് പറയുന്നത് സ്ക്വയറാണ്, അത് നമ്മൾ നേരത്തെ കൊടുത്താണ്. പിന്നെ ഈ കോർണറിൽ വരുന്നപ്പം വേറെ ടൈപ്പ് സ്റ്റീൽ ടൈപ്പ് ഒരെണ്ണം ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കോർണറിൽ സ്റ്റീൽ ടൈപ്പ് ആയിട്ടുണ്ട്. എൻഡിങ്ങിലേക്ക് വരുമ്പോൾ കണ്ടോ ഒരു ഗ്ലാസ് ടൈപ്പുള്ള ഒരെണ്ണം ആണ് കൊടുത്തത്, മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഗ്ലാസ് ടൈപ്പ് ഇങ്ങനെ കൊടുക്കാറില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ ഒരിക്കലും വരത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ബാലസ്റ്ററും അതുപോലെ തന്നെ കോർണർ, എൻഡ് ഇതെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും.
ഓക്കെ, ഇനി അടുത്തായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു സ്റ്റമ്പിൻ്റെ ഡിസ്റ്റൻസ് അത് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു റെയിലിംഗ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ ബാലസ്റ്റർ പ്ലേസ്മെൻറ്റ് അത് എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റിഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ കൊടുത്തിട്ട് ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. സെൻറ്റർ കൊടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു അലൈൻമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ അവസാനത്തേക്ക് വരുമ്പോഴേക്കും ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട്, ഇവിടെയും മാറി, അതുപോലെ തന്നെ ഇവിടെയും മാറിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻറ്ററിൽ നിന്നുള്ളൊരു ഡിസ്റ്റൻസ് അലൈൻമെൻ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഫിറ്റ് ആക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രെഡ് പാറ്റേൺ ടു ഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്ത് ഡോക്ക് എടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഫിറ്റിലേക്ക് മാറും. അത് എല്ലാ സ്റ്റെമ്പുകളും ഒരേ ഈക്വലായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിലേക്ക് മാറും. അടുത്തായിട്ട് ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ ബേസ് ഓഫ്സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് ഓഫ്സെറ്റ് ഉണ്ട്. ഈ ഓഫ്സെറ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ ഒരു സ്റ്റെമ്പ്, ഓക്കെ, ഈ ഒരു ബാലസ്റ്റർ നമുക്ക് കൃത്യമായിട്ട് ഇത് വന്ന് കണക്റ്റ് ആകണ്ട. മീൻസ് ഇപ്പം ഇത് ടോപ്പിലൊന്ന് ജോയിൻ്റ് ആയിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇത് താഴെയും ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ആവണം, ഇത് സെൻറ്ററായിട്ട് നിന്നാൽ മതി. അങ്ങനത്തെ ഒരു കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബേസ് ഓഫ്സെറ്റ്, അതായത് ഇവിടെ താഴെ നിന്ന് എത്ര ഓഫ്സെറ്റ് മേളിലേക്കാണ് വരേണ്ടത് എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 mm ആണ് കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് അതുപോലെ തന്നെ ടോപ്പ് ഓഫ്സെറ്റ് മേളിൽ നിന്നും താഴേക്കും അതുപോലെ ഒരു 100 mm ഗ്യാപ്പിൽ വേണം നിൽക്കുക. അതായത് ഈ ഒരു ബാലസ്റ്റർ സെൻറ്റർ പോർഷനിലായിട്ട് നിൽക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മെഷർമെൻറ്റ് കൊടുക്കണം. ഇവിടുത്തെ ടോപ്പ് ഓഫ്സെറ്റിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ മൈനസിലായിരിക്കും വരുന്നത്. അപ്പോൾ മൈനസ് ഒരു 100 കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം അത് കോർണറും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് വരുന്ന ഈ ഒരു ബാലസ്റ്റർ, ഈ സ്റ്റെംസ് എല്ലാം നമ്മൾ ആ കൊടുത്ത കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള പോർഷനിലേക്ക് അല്ലെങ്കിൽ ആ അലൈൻമെൻറ്റിലേക്ക് വരും. അതുപോലെ തന്നെ ഇപ്പം വേണമെങ്കിൽ ഇപ്പം ഈ ഒരു സ്റ്റെമ്പ് ഇപ്പം എനിക്ക് ഒരെണ്ണം ഈ ഒരു ഷോർട്ട് ആയിരിക്കണം വേണ്ടത്, ഒരെണ്ണം കറക്റ്റ് ലെങ്ത് ആയിട്ടുള്ള ഒരെണ്ണം, വീണ്ടും ഷോർട്ട്, അങ്ങനെ ഒന്നിടവിട്ട് ഈ ഷോർട്ടും ലെങ്തി ആയിട്ടുള്ള സ്റ്റെംസ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. അതിനോട്ടും എഡിറ്റ് ടൈപ്പിലേക്ക് പോവുക, ബാലസ്റ്റർ പ്ലേസ്മെൻറ്റിനകത്ത് എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഇത് ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം എനിക്കിതിപ്പം ഫുൾ ഈ ഒരു ഞാൻ ഇനി കൊടുക്കുന്ന സ്റ്റെമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ലെങ്തിന് വേണം. അപ്പോൾ ഞാനത് ഇവിടുത്തെ മെഷർമെൻ്റ് എല്ലാം 0 ആക്കി കൊടുത്തു. ഓക്കെ, 0 ആക്കിയതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷനിൽ വരും. ഇനി വേണമെങ്കിൽ ഈ സ്റ്റെമ്പിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഒരു സ്മോൾ വരണം, പിന്നെ ഒരു ബിഗ് വരണം, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഓപ്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്, ഇതെല്ലാം ഓരോരോ മെഷർമെൻ്റ് ആണ്, ഈക്വൽ മെഷർമെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് മാറ്റി കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ അലൈൻമെൻറ്റ് മാറും. ഇപ്പോൾ എനിക്ക് ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലം എനിക്കിപ്പം വേണ്ടത് ഒരു 100 ആണ്. ഞാനിവിടെ 100 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലം മാറും, അതുപോലെ തന്നെ ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലവും മാറും. ഓക്കെ, ഞാനിവിടെ അപ്ലൈ ചെയ്തു ഓക്കെ എടുത്തു, ഇവിടെയും ഓക്കെ എടുത്തു. ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 100 ആയി. അത് കണക്ക് ഓരോന്നും ഇങ്ങനെ സെറ്റായിട്ട് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഡബിളായിട്ട് കാണുന്ന അതിൻ്റെ പിറകിലുള്ള സ്റ്റെമ്പാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എനിക്കിവിടെ ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലവും മാറ്റി കൊടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന എത്രയാണ്, 275 കിടക്കുന്നത്. നോക്കാം. ഓക്കെ, ഞാൻ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ 275 ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലം. അതിനെ ഞാൻ ചേഞ്ച് കൊടുക്കണം. എനിക്കിപ്പം വേണ്ടത് ഒരു 500 mm ആണ്. ഓക്കെ, ഞാൻ 500 mm കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ 2 സ്റ്റെമ്പുകൾ തമ്മിലുള്ള അകലം മാറി, അതുപോലെ തന്നെ ഈ സ്റ്റെമ്പും തമ്മിലുള്ള അകലം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് റെയിലിംഗ് വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓഫ്സെറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 200 കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റെമ്പ് ഇവിടെ നിന്ന്, ഈ റീലിൽ നിന്ന് ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അല്പം വെളിയിലേക്ക് പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രൊഫൈൽ നിൽക്കുന്നത്. ഒരു പ്രൊഫൈൽ പോലെ ഇവിടെ ഈ ഒരു സ്റ്റെമ്പ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതൊക്കെ എല്ലായിടവും വന്നിട്ടുണ്ടാവും.
ഓക്കെ, ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഭാഗത്തും ഇതുപോലൊരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാനായിട്ട് കഴിയും. അതായത് സ്റ്റാർട്ടിംഗ് പോസ്റ്റ്, അതുപോലെ കോർണർ, എൻഡ്, ഇതെല്ലാം നമുക്ക് ഓഫ്സെറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്പേസിങ് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റീലിംഗ് ഉണ്ടല്ലോ, ഈ ടോപ്പിൽ വന്നിരിക്കുന്ന റീലിംഗ് പോലെ തന്നെ എനിക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ ഒരു റീലിംഗ് പാസ്സായി പോകണം. ഒന്നിൽ കൂടുതലോ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ടൈപ്പിലേക്ക് തന്നെ പോകണം. ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്ന ശേഷം കൺസ്ട്രക്ഷനുള്ളിൽ റെയിലിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എഡിറ്റ് കൊടുക്കണം. എഡിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് പുതിയൊരു റെയിലിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻസെർട്ട് കൊടുക്കുമ്പോൾ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ട കാര്യങ്ങളല്ലേ, ഇപ്പോൾ ഒരു പേര് കൊടുക്കണം. പേര് ഞാനിപ്പോൾ തൽക്കാലം ഒരു 400 എന്ന് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് ഞാനിവിടെ 250 കൊടുക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ കൊടുക്കണം. പ്രൊഫൈൽ ഏത് ടൈപ്പ് എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പം ഇവിടെ ഒരു സർക്കിൾ, ഈ ഒരു പ്രൊഫൈൽ കൊടുത്തു. അതിനുശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലൊരു റെയിൽ വീണ്ടും ക്രിയേറ്റ് ആയിട്ട് വരും. ഇതൊക്കെ എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിലേക്ക് പോവുക, ഇവിടെ വീണ്ടും എഡിറ്റ് കൊടുക്കുക. ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ഇൻസെർട്ട് കൊടുക്കുക. പുതിയൊരെണ്ണം ക്രിയേറ്റ് ആവും. ഇവിടെ നമുക്ക് വേണ്ട ഒരു പേര് കൊടുക്കാം. അതുപോലെ ഒരു ഹൈറ്റ് കൊടുക്കണം. അതുപോലെ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് വേണ്ട അതും കൊടുക്കണം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു റെയിലിംഗ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് റീലിംഗ്, ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള റീലിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ റീലിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റെയറിലേക്ക് കൊണ്ടുവരണം. സ്റ്റെയറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ള റീലിംഗ് ആണ് കിടക്കുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് ഈ ഒരു റീലിംഗ് ആണ് സ്റ്റെയറിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിപ്പോൾ പുതുതായിട്ട് ഞാൻ വരച്ചൊരു റീലിംഗ് ആണ്. ഓക്കെ, അതിന് എങ്ങനെയാണ് ഈ സ്റ്റെയറിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഞാനിവിടെ ആർക്കിടെക്ചറിനുള്ളിൽ ഇവിടെ റീലിംഗ് എടുക്കുകയാണ്. റീലിംഗ് എടുത്തതിന് ശേഷം ഇവിടെ പ്ലേസ് ഓൺ സ്റ്റെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഏത് സ്റ്റെയറിലേക്കാണോ കൊണ്ടുവരേണ്ടത് ആ സ്റ്റെയർ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റെയിലിംഗ് ഇവിടെ വരും. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. എറർ എന്ന് പറയാൻ പറ്റില്ല. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റമ്പിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്ത ഡിസ്റ്റൻസ് അല്ല. ഞാനിവിടെ റെയിലിൽ വരച്ചേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പിനകത്ത് 2 സ്റ്റമ്പ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ജനറേറ്റ് ആയി വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിറ്റ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കാൽക്കുലേഷൻ കൊണ്ടുവരും. ഓരോ സ്റ്റെപ്പിലും ഇത്ര സ്റ്റെമ്പ് എന്നുള്ള രീതിയിൽ റിവിറ്റ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഈ വരച്ച അതേ റീലിംഗ് തന്നെ എനിക്ക് സ്റ്റെയറിലേക്ക് വേണമെങ്കിൽ അതും ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണുള്ള നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റീലിംഗ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഞാൻ ഈ ഒരു എഡിറ്റ് കൊടുത്തു. ഇവിടെ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ടിക്ക് മാർക്ക് കിടക്കുന്ന ഈ ഒരു ഓപ്ഷനെ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ടിക്ക് മാർക്കിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡിനുള്ളിൽ, സ്റ്റെയറിൻ്റെ ഈ ഒരു ത്രെഡിനുള്ളിൽ എത്ര സ്റ്റമ്പ് വരണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 3 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 3 എണ്ണം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. റിവിറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ത്രെഡിനുള്ളിൽ 3 സ്റ്റെമ്പ് വരുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ ഞാൻ വരച്ച രീതിയിലുള്ളൊരു റെയിലിംഗ് തന്നെ വരണമെങ്കിൽ ഇത് അൺടിക്ക് ചെയ്ത് ഓക്കെ എടുത്താൽ മതി. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ ആ ഒരു റെയിലിംഗ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതാണ് റെയിലിംഗ് വരയ്ക്കുന്ന മെത്തേഡ്.